അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാറില്ല. നമുക്ക് ചില ഒഴിവുകൾ കിട്ടാത്തതുകൊണ്ട് തന്നെ പല തിരക്കുകൾ കാരണമായതുകൊണ്ട് തന്നെ പല വീഡിയോസും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ മൈത്രേയൻ്റെ ഒരു വീഡിയോ കാണാനുണ്ടായി. കുറച്ച് ദിവസമായി ചെയ്യണം വിചാരിക്കുന്നു. അപ്പോൾ ഖുർആനിൽ നാട്ടുകാർക്ക് പറ്റുന്ന അല്ലെങ്കിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു വചനം ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ആദ്യം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കാം. ഒരു വരി ഈ ഖുർആനകത്തെ നാട്ടുകാർ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ഒരെണ്ണം പറ. അവിടെ ആ ചോദ്യകർത്താവ് അവിടെ അതിൻ്റെ ഇടക്ക് ചോദിക്കുന്നുണ്ട്, കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അയാൾ എടുക്കാനൊന്നും തയ്യാറല്ല എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ അടക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ ഇങ്ങനെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന വചനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് 1400 വർഷം നിലനിൽക്കുമോ? ഇതൊരു യുക്തിവാദി എന്നാണ് അദ്ദേഹം അയാളെ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത്. പക്ഷെ യുക്തി കൊണ്ട് പോലും ചിന്തിക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ മുന്നിൽ പറയുന്നത് എന്നുള്ളത് ആണ് ബഹുരസമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് ഖുർആനിൽ ഒരു ആയത്ത് ഒറ്റൊരു വചനമാണ് പറഞ്ഞത്. ഒരുപാട് വചനങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റൊരു വചനമാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ തന്നെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് രണ്ട് വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പം സൂറത്തുൽ ലുഖ്മാനാണ് നമ്മൾ കാണുന്നത്. സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായത്തിൽ 17-18 വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. അവിടെ പറയാണ്, എൻ്റെ കുഞ്ഞു മകനെ, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക. തീർച്ചയായും ഗണ്യതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ ഇത്. അവിടെ കൃത്യമായിട്ട് പറയാണ്. എന്താണ് അവിടെ പറയുന്നത്? സദാചാരം ബോധമുള്ള ആളുകളായിട്ട് ജീവിക്കുക. അതേപോലെ തന്നെ ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുക. അതേപോലെ നിങ്ങൾ വല്ല വിഷമങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ഒരു ക്ഷമയില്ലാത്ത ആളുകളായിട്ട് മാറരുത് എന്നും ഇവിടെ ഒരു ഉപദേശമായിട്ട് കാണാം. ഇനി ഇതേ സൂറത്തിൽ തന്നെ അടുത്ത ഒരു വചനം നമുക്ക് നോക്കാം. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും അരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതേപോലെ തന്നെ നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക. ശബ്ദം ഒതുക്കുകയും ചെയ്യുക. തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദമത്ര. ഇവിടെ കൃത്യമായ ഉപദേശങ്ങളാണ്. മനുഷ്യരുടെ നേർക്ക് നീ നിന്റെ കവിളിങ്ങനെ തിരിച്ചു കളയരുത്. അവരോട് ഒരു പുഞ്ചിരി കൊണ്ട് അവരോട് സമീപിക്കുക. ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ ഭയങ്കര പൊങ്ങച്ചക്കാരനായിക്കൊണ്ട് നടക്കരുത്. ദുരഭിമാനിയായിക്കൊണ്ടും എൻ്റെ അടുത്ത് കുറെ കാശുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ പവറിലാണെന്നോ ആ രീതിയിലൊന്നും നടക്കരുത് എന്നുള്ള കൃത്യമായ ഉപദേശം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. ഇപ്പോൾ സൂറത്ത് മാഊൻ 107-ാമത്തെ സൂറത്തിലെ 3 മുതലുള്ള വചനങ്ങൾ എടുത്തു നോക്കിയാൽ അനാഥകളുടെ സംരക്ഷണം, മതത്തെ വ്യാജമാക്കുന്നത് ആരാണെന്ന് നീ കണ്ടുപോയെന്ന് ചോദിച്ചിട്ടാണ് ആ അധ്യായം തന്നെ തുടങ്ങുന്നത്. അവരാരൊക്കെയെന്ന് എണ്ണി പറയുന്നുണ്ട്. അതിൽ അനാഥകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. ഇതൊന്നും നാട്ടുകാർക്ക് കൊള്ളാവുന്നതാണോ അല്ലേ എന്ന് നമുക്ക് നാട്ടുകാർക്ക് കൊള്ളാവുന്ന ചില വചനങ്ങൾ പറയുന്നുണ്ട്. അത് കൂടി നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ ഖുർആനിൽ കണ്ട വചനങ്ങളെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്ക് കൊള്ളുന്നതാവില്ല. ഇയാൾ പറയുന്നതാവട്ടെ നാട്ടുകാർക്ക് കൊള്ളുന്നത്. ഇയാളെ പോലെയുള്ള ചില ആളുകളും പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. താങ്കൾ കഞ്ചാവ് തെറ്റല്ല എന്ന് പറഞ്ഞു.
തെറ്റല്ല. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. കേരളത്തിന് വേണ്ടത് ഒരു നല്ല മദ്യ സംസ്കാരമാണ്. അവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു. ഒന്ന്, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, അതാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണല്ലോ, ശരിയാണ്. അതേപോലെ മദ്യനയമാണ് കേരളത്തിന് വേണ്ടത്, അല്ലാതെ ചായ ഒന്നും കുടിക്കലില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു ടച്ച് ചെയ്യുന്ന എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിനകത്തുള്ള പ്രശ്നം എന്താണ്? കുട്ടികൾ ഗർഭം ഉണ്ടായി പ്രസവിച്ചു പോകരുത്, അതിനാണ് നമ്മൾ കോൺപിച്ചിട്ടുള്ളത്. എത്ര നല്ല ഉപദേശം അല്ലേ. ഒരു സ്ത്രീയെ നമ്മൾ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഒരു സമ്മതം ഉണ്ടായ പോരെ? ആയപ്പോഴുള്ള പ്രശ്നം എന്താ? കുട്ടികളുണ്ടായി, അതിനെ നമ്മൾ കണ്ടുപിടിച്ചും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോണ്ടം ഉപയോഗിക്കുന്നതിന് തന്നെ ഈ ഒരു പ്രായത്തിനകത്ത് മാത്രമാണ് നമുക്ക് വേണ്ടി അത് കൊടുക്കുന്നത്. അതിനു മുമ്പ് ആളുകൾ തൊട്ടുരുമി വളരേണ്ടതുണ്ട്, കളിച്ചു വളരേണ്ടതുണ്ട്. പവിത്രമായ കുടുംബ ബന്ധം ഇവർക്ക് അരോചകമാണ്. അതിൽ ഞാൻ ഇന്ന് ഉറച്ചിരിക്കണേ, കുടുംബം പൊളിക്കണം. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിത്തരമാണ്, തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ്. കണ്ടോ, ഇത് വേറൊരാളാണ്. കുടുംബ ബന്ധങ്ങളെ കുറിച്ചിട്ട് ഒരു വിലയില്ല, വളരെ മോശമാണ്. ആ ഒരു രീതി തന്നെ എടുത്തു മാറ്റണം എന്നാണ് ഇവരും പറയുന്നത്. ഒരാളുടെ കൂടെ പോയി കിടന്നിരിക്കട്ടെ, എന്നെ അടിക്കാൻ എന്റെ ഭർത്താവ് എന്താ അവകാശം? എന്റെ ശരീരത്തിന്റെ എങ്ങനെ ഡിസൈഡ് ചെയ്യണമെന്ന് ഞാനാണ് ചിന്തിക്കുന്നത്, എന്റെ ഭർത്താവല്ല ഡിസൈഡ്. ഇപ്പൊ താങ്കളോടുള്ള ഒരു ആകർഷകത്വം എനിക്ക് തോന്നാൻ, ആശയങ്ങളോടുള്ള ആകർഷകത്വം തോന്നാൻ കാരണം തന്നെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള താങ്കളുടെ തുറന്നു പറച്ചിലാണ്. അപ്പൊ എന്താണ് തുറന്നു പറച്ചില്? കേൾക്കാം. പറഞ്ഞു പോലും കുടുംബ സംവിധാനം ജനാധിപത്യ വിരുദ്ധമാണ്. യാതൊരു സംശയമില്ല, ഇവിടുത്തെ ഏത് വീടും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ്. കേട്ടിട്ട് അടുത്തുള്ള ആള് ഇന്റർവ്യൂ ചെയ്യുന്ന ആളും തന്നെയാണ്, അയാൾ ചിരിക്കുകയാണ്. ഓരോ കുടുംബ ബന്ധം അല്ലെങ്കിൽ കുടുംബം എന്നുള്ള വ്യവസ്ഥ അതൊരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണെന്നാണ്. മാരീഡ് കഴിയാത്തൊരു പെൺകുട്ടി, രണ്ട് കുട്ടികളുള്ളൊരു പയ്യൻ, ഈ പറയുന്ന രണ്ട് കുട്ടികളുള്ള അന്ന് പ്രണയിക്കാന്ന് പറയുന്നത് കാരണം കൊണ്ടാണ് പറയുന്നത്. ഇന്നലെ ഒരാൾ പറഞ്ഞു നിങ്ങൾ ആള് വരില്ല. അടുത്ത ആള് ഇയാളുടെ ഒരു കുടുംബക്കാരനായിട്ട്, കുടുംബ ബന്ധം ഇല്ലല്ലോ അല്ലേ, ഇയാളെ സുഹൃത്താണ്. ഇവരുടെയൊക്കെ ഒരു ആശയധാരയിൽ നിൽക്കുന്ന ഒരാൾ തന്നെ. അയാളുടെ ഒരു ഭാഗങ്ങളാണ് നമുക്ക് ഇനി അടുത്ത് കേൾക്കാൻ കഴിയുന്നത്. അത് ചുംബന സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര കാര്യമായിട്ടാണ് അയാൾ പറയുന്നത്. ഇത് റോട്ടുമ്പിൽ നിന്നുകൊണ്ട് ആരുമായും സമ്മതമുണ്ടെങ്കിൽ ചുംബിക്കാം, ആരുടെ മുന്നിൽ വെച്ചും എന്തും ചെയ്യാമെന്നുള്ള ഒരു പ്രഖ്യാപനവും. അത് മാത്രമല്ല, അയാൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കേൾക്കാം. ഉണ്ടെങ്കിൽ ചുംബനം ഇവിടെ നടക്കുന്ന ഒന്നാണ് അനൗൺസ് ചെയ്താളി. ഞാൻ പറഞ്ഞു അതിന് ഞങ്ങൾ ടൗൺ ഹാളെ ബുക്ക് ചെയ്തിട്ടുള്ളൂ, അപ്പൊ പിന്നെ അവിടെ സ്ഥലം മതിയാവാതെ വരും, അതുകൊണ്ട് തൽക്കാലം വേണ്ട. അല്ലെങ്കിൽ ഇവിടെ ഈ ആളൊന്നും അല്ല. ചിലപ്പോൾ അങ്ങനെ സംശയം ഉള്ളതുകൊണ്ടും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ചിലപ്പം ഇവിടെ ചുംബനം നടക്കും എന്ന സംശയത്തിൽ ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് വന്ന ആളുകളുണ്ട്. ഈ ടൗൺ ഹാളൊന്നും പോരാ, അത്രയും ആളുകൾ വരാനുണ്ട് എന്നാണ്. ഇതാണ് യുവാക്കൾക്കും അതേപോലെയുള്ള പുതുതലമുറക്കും ഒക്കെ ഇവർ കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ളത്. ഇതാണ് ഇവർക്ക് കൊള്ളാവുന്ന, നാട്ടുകാർക്ക് കൊള്ളാവുന്ന വചനങ്ങൾ. ഇതൊക്കെ തന്നെ അമ്മയും അച്ഛനെ നോക്കാനാണെന്ന് പറഞ്ഞ് പഴയകാല വിവരക്കേടിനകത്തു നിന്നാണ് ഈ മക്കൾ കളഞ്ഞേച്ചു പോകുന്നത്. അച്ഛനെയും അമ്മയും ഒക്കെ നോക്കണം, അതൊന്നും വേണ്ട. അവരുടെ പാട്ടിന് വിടുക. വയസ്സായി കഴിഞ്ഞാൽ അവര് മക്കളെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് വളർത്തിയത് കൃത്യമായിട്ട് ഖുർആനിൽ കൃത്യമായിട്ട് അവരെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സൂറത്ത് ഇസ്രായേൽ, അതേപോലെ തന്നെ സൂറത്ത് ലുക്മാനിൽ, സൂറത്ത് അൻകബൂത്തിലൊക്കെ കൃത്യമായിട്ട് മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട ചില കടമകൾ എടുത്തു പറയുന്നുണ്ട്. എന്നെ മാത്രമേ നീ ആരാധിക്കാവൂ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. അവർ രണ്ടുപേരോ ഒരാളോ ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ അവരോട് നീ നല്ല രീതിയിൽ പെരുമാറുക, അവരോട് ചേ എന്ന് പോലും പറയരുത്. ഇതിന് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ ഖുർആനിൽ കാണാം. പക്ഷെ ഇയാൾ നേരെ തിരിച്ചറിയും. പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശ് ചെലവാണ്. ഇനി അടുത്തത് എത്ര യൗവനമുള്ളവരുടെ ജീവിതം അതിന്റെ ചുറ്റിനും ഹോമിക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രയോജനരഹിതമായി ജീവിക്കരുത്.
മറ്റുള്ളവരുടെ ജീവിതത്തിന് അത് ജീവിക്കണം. അത് അവർക്ക് പ്രയോജനകരമായി ജീവിക്കുന്നതിന് എത്ര കഴിയും അവിടെ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ സുല്ലിടണം. ആ സുല്ലിടുന്നതിനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. അത് നന്നായിട്ട് ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് ചെയ്യാവുന്നത്. അതന്നെയാണ് അസിസ്റ്റന്റ് ഡെത്ത്, സഹായ മരണം. മരണം നമുക്ക് വരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആളുകൾ ചെയ്യേണ്ടത്. അത് ഞാൻ ഇവിടുത്തെ സകല വയസ്സന്മാരോടും അഭ്യർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ മക്കളുടെ കാശ് കളയാതെ അവരവരുടെ മരണം വരിക്കാൻ പഠിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേദനിച്ച് മരിക്കണ്ട. മരണത്തിന് ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. മയക്കുമരുന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. മരണം വരിക്കുക, അതായത് ആത്മഹത്യയിലേക്ക് വേഗം ചെല്ലുക. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കളൊന്നും ബുദ്ധിമുട്ടിക്കാതെ നേരെ ആത്മഹത്യ ചെയ്യാം. അത് എന്ത് ചെയ്യണം? കുറച്ചൊന്ന് കഞ്ചാവ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ മതി. ഇയാളെന്തോ മരിച്ചിട്ട് വന്ന മാതിരിയാണ് ഇയാളെ സംസാരം കേട്ട് കഴിഞ്ഞാൽ. മരണത്തിന് എന്തോ വേദനയാണെന്ന് മറ്റാൾ ചോദിക്കുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നത്, ഞാൻ ഒരു പ്രാവശ്യം മരിച്ചു വന്നാന്നൊക്കെയുള്ള ഈ രീതിയിലാണ് ഇയാൾ പറയുന്നത്. ബാക്കിയൊക്കെ ലോകത്തുള്ള സകല വിഷനും സകല ഈ കാണുന്ന ലോകത്തുള്ള സകല ദൈവങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തി ജീവിച്ചു മരിക്കാം. കാരണം എന്താ ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യത്തെ പറ്റിയും അത് തെറ്റാണെന്ന് പറയാൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചോക്കാം, അപ്പൊ കഞ്ചാവ് അടിക്കുന്നത് സാർ, കഞ്ചാവ് അടിക്കുന്നത് തെറ്റായിരിക്കുമോ? അല്ല. അപ്പൊ ആ രൂപത്തിൽ ആരോഗ്യത്തിന് ഹാനികരമല്ലേ അത്? ലോകത്ത് ഹാനികരമായ കാര്യമാണല്ലോ മദ്യം. അത് സ്ഥിരം ഇവിടെ കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് കൊടുക്കുമ്പോൾ മാത്രം ന്യായം. അതേ എന്നാൽ മയക്കുമരുന്നുകളിൽ 4ാമത്തെ സ്ഥാനത്താണ് മദ്യമുള്ളത്. കഞ്ചാവ് വലിച്ചിട്ട് ആരെയും കൊന്നിട്ടില്ല. അപ്പോ ആളുകളെ വണ്ടി ഇടിച്ചു കൊല്ലും. മയക്കുമരുന്ന് വലിച്ചു വഴിയിൽ റോഡിൽ കിടക്കുള്ളു. അത് വലിക്കാൻ പണമില്ലാതെ വരുന്നവനാണ് അടിക്കാൻ പിടിക്കുകയും ചെയ്യുന്നത്. കഞ്ചാവ് മദ്യത്തിനെക്കാട്ടിയും നല്ല സാധനം ഈ മയക്കുമരുന്നാണെന്നാ പറയുന്നത്. കാരണം മദ്യപിച്ചിട്ട് ആൾക്കാർ ചിലപ്പോൾ റോഡിലൊക്കെ കിടക്കും. മയക്കുമരുന്ന് വെച്ചിട്ട് ആരെങ്കിലും റോട്ടിൽ കിടക്കണം, അല്ലെങ്കിൽ വാഹനം ഇയാൾക്ക് ഇതൊന്നും കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന് മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണിത്. അതാണ് മയക്കുമരുന്ന് കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇയാൾക്ക് പറയാനുള്ള നാട്ടുകാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ. എന്തായാലും നാട്ടുകാർ തീരുമാനിക്കട്ടെ ഏതാണ് ഉപകാരമുള്ളത് ഉപകാരമില്ലാത്തതും ഒക്കെ. ഇൻഷാല്ലാ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കൂടുതലൊന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും കുറേ ആളുകൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ വിഷയം കണ്ടപ്പോൾ ഒന്ന് ഒരു എന്താ പറയുക, ഒരു രസകരമായിട്ട് തോന്നി, അതുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് മാത്രം. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വാഹ്.